ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കുമ്പളങ്ങി ഫെറോനയിൽ ഇടവക ദേവാലയങ്ങളിൽ പ്രതിഷേധ ജ്വാല തെളിച്ചു. കുമ്പളങ്ങി ഫെറോനയിൽ ഇടവക ദേവാലയങ്ങളിൽ പ്രതിഷേധ ജ്വാല തെളിച്ചു. പഴങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകൾ തിരിതെളിയിച്ച് പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. കുമ്പളങ്ങി ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഫെറോനയിലെ എല്ലാ ഇടവക ദേവാലയത്തിലും നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തെ ക്രൈസ്തവ വംശഹത്യക്കെതിരായിട്ടുള്ള പ്രതിഷേധ ജ്വാല ഇത് തെളിക്കുകയാണ്. അതിനോട് ചേർന്നാണ് നമ്മളും ഈ ഒരു കർമ്മത്തില് പങ്കുചേർന്നത്. നമുക്കറിയാം, സഭ വളർന്നിട്ടുള്ളത് തന്നെ ഈ മതമർദ്ദനത്തിലൂടെയാണ്. നമ്മൾ അപ്പോസ്തല നടപടി വായിക്കുമ്പോൾ നമുക്കറിയാം, ആദിമസഭ പടർന്ന് പന്തലിച്ചതും വളർന്ന് പുഷ്ടിച്ചതുമൊക്കെ ഈ പറയുന്ന മതമർദ്ദനത്തിലൂടെയാണ്. ഇന്നും ഒരു കാലഘട്ടത്തിലെ സഭയിൽ ബന്ധമായിട്ടും സിംഹങ്ങളുടെ വായിലേക്ക് ഭക്ഷണമായിട്ടൊക്കെ നമ്മളുടെ വിശുദ്ധര് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അനേകരുടെ ജീവൻ, ക്രൈസ്തവരുടെ ജീവൻ നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യക്കെതിരെയാണ് പ്രതിഷേധ ജ്വാല തെളിച്ചത്. സഹവികാരിമാരായ ഫാദർ ക്ലിഫിൻ ആലത്തറ, ഫാദർ സനീഷ് പുളിക്കപ്പറമ്പിൽ, സെക്രട്ടറി ജൂഡ് എടേഴേത്, ജോർജ് വലിയതറ, കൈക്കാരന്മാരായ ആന്റണി ഗണിച്ചിറ്റേപ്പള്ളി, തോമസ് വലിയതറ എന്നിവർ പ്രസംഗിച്ചു. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതും നമ്മളോട് ആവശ്യപ്പെട്ടതും നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ്. ആ വിശ്വാസം സ്വീകരിച്ചവരാണ് എനിക്ക് ചുറ്റിലും ഇവിടെ അണിനിരന്ന് നിൽക്കുന്നത്. ആ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇന്ത്യക്കാര്, ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നമുക്ക് ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതം പ്രചരിപ്പിക്കുവാനുമായിട്ടുള്ള അവകാശം നമുക്ക് ഭരണഘടന വിഭാവന ചെയ്യുന്നു. അത്തരത്തിൽ ആ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് നമ്മളിവിടെ ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും, അത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമല്ല, ലോകമെമ്പാടും ക്രൈസ്തവര്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.